Hello everyone, welcome back to my channel. ഇന്ന് ഞാൻ ഒരു വാലന്റൈൻസ് ഡേ ഇൻസ്പയർഡ് നെയിൽ ആർട്ടാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ആദ്യം കാണിച്ചു തരാം. ഇത് ഒരു ഗ്ലിറ്റർ പോളിഷാണ് ബൈ സാലി ഹാൻസൺ. ഇതിൻ്റെ പേര് സ്ട്രോബ് ലൈറ്റ് എന്നാണ്. പിന്നെ അടുത്തത് OPIൻ്റെ ഒരു സാൽമൺ പിങ്ക് കളർ നെയിൽ പോളിഷാണ്. ഇതിൻ്റെ പേര് പാഷൻ എന്നാണ്. Next one is also from Sally Hansen. ഇതിൻ്റെ പേര് സെൽഫി റെഡി എന്ന് പറഞ്ഞൊരു ഫൂഷ്യ പിങ്ക് കളർ ആൻഡ് ഓൾസോ ഒരു ബ്രൈറ്റ് സ്കാർലറ്റ് റെഡ് കളർ, പിന്നെ ഒരു വൈറ്റ് കളർ, പിന്നെ വന്നിട്ട് ടോപ്പ് കോട്ടാണ്. ഇത് LA കളേഴ്സിൻ്റെ ടോപ്പ് കോട്ടാണ്. നല്ല അമേസിങ് പ്രോഡക്റ്റാണ്. കുറേ നാൾ നെയിൽ പോളിഷ് ലാസ്റ്റ് ചെയ്യും. ഇത് വന്നിട്ട് ബേസ് കോട്ട് ആൻഡ് ടോപ്പ് കോട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് ഒന്നേ മതി. ഇതെന്ന് പറയുന്നത് ഒരു ക്വിക്ക് ഡ്രൈയിങ് ടോപ്പ് കോട്ടാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു നെയിൽ പോളിഷ് റിമൂവറാണ് ഫ്രം സാലി ഹാൻസൺ. പിന്നെ ഇതുപോലത്തെ നെയിൽ ആർട്ട് ബ്രഷസ് കിട്ടും ആമസോണിൽ നിന്ന്. ഈ ബ്രഷസ് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസൈൻ ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്ത വന്നിട്ട് കോട്ടൺ പാഡ്സ് ആണ്. ഇത് നമ്മുടെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാനൊക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എൻ്റെ നെയിൽസ് ഞാൻ എൻ്റെ മുമ്പത്തെ ഉണ്ടായിരുന്ന നെയിൽ പോളിഷ് എല്ലാം റിമൂവ് ചെയ്ത് ഞാൻ ടോപ്പ് കോട്ട് ഇട്ട് വെച്ചേക്കുവാണ്. അടുത്തത് ഇനി നമുക്ക് നെയിൽ ആർട്ട് ചെയ്ത് തുടങ്ങാനായിട്ട് ഞാൻ ആദ്യം തന്നെ എല്ലാ ബേസ് കളേഴ്സാണ് ഇടുന്നത്. എന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പായിട്ടാണ് ഞാൻ എല്ലാ ഡിസൈൻസും ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ ന്യൂഡ് പിങ്ക് ഷെയ്ഡ് കൊണ്ട് എൻ്റെ മിഡിൽ ഫിംഗർ ആൻഡ് ഓൾസോ മൈ ഇൻഡെക്സ് ഫിംഗർ ഞാൻ പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. അതിനുശേഷം അത് ക്ലീൻ ചെയ്യാനായിട്ട് അതിൻ്റെ സൈഡൊക്കെ ക്ലീൻ ചെയ്ത് ഒരു നല്ല സ്മൂത്ത് എഡ്ജ് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് അസിറ്റോൺ എടുത്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ടാണത് ക്ലീൻ ചെയ്യുന്നത്. ഇങ്ങനെ എഡ്ജസിലുള്ള നെയിൽ പോളിഷ് എക്സസ് ആയിട്ട് ഇരിക്കുന്ന നെയിൽ പോളിഷൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. എന്നിട്ട് അതേ ഷെയ്ഡ് തന്നെ ഞാനൊരു സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യാണ്. കാരണം സിംഗിൾ കോട്ടിൽ കുറച്ച് ഷിയർ ആയിട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഇതിൻ്റെ ഈ ഷെയ്ഡ്. അതുകൊണ്ട് തന്നെ ഞാൻ സെക്കൻഡ് കോട്ട് രണ്ട് കൈയിലും അപ്ലൈ ചെയ്തിട്ട് ആണ് അടുത്ത ഷെയ്ഡിലോട്ട് പോകുന്നത്. എൻ്റെ റിംഗ് ഫിംഗറിൽ ഞാൻ ഒരു വൈറ്റ് പോളിഷാണ് എടുക്കുന്നത്. അത് വെച്ചിട്ട് ആദ്യത്തെ ഒരു കോട്ട് അപ്ലൈ ചെയ്തു. ഇത് ഒറ്റ കോട്ടിൽ തന്നെ നല്ല ഉപ്പേക്കായിട്ടുള്ള ഒരു വൈറ്റ് കളറാണ് ഈ സാലി ഹാൻസിൻ്റെ എക്സ്ട്രീം വെയർ വൈറ്റ് പോളിഷ്. നല്ല ഒരു പ്രൊഡക്റ്റാണ്. സാധാരണ വൈറ്റ് നെയിൽ പോളിഷ് വാങ്ങുമ്പോൾ ഒറ്റ കോട്ടിലൊന്നും നമുക്ക് വേണ്ട അത്ര ഒരു ഫിനിഷിങ് കിട്ടത്തില്ല. പക്ഷേ ഇതിൻ്റെ ഒറ്റ കോട്ട് മതി. പക്ഷെ എന്നാലും ഞാനിത് രണ്ട് കോട്ട് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാൻ പോകുന്ന നെയിൽ ആർട്ടിന് കുറച്ചുകൂടിയും ഒരു നല്ല തിക്ക് ബേസ് വേണം. നെയിൽ ആർട്ട് ചെയ്യുമ്പോൾ തെറ്റിപ്പോയാലും ഒരു കുഴപ്പമില്ല. ഇതുപോലെ അസിറ്റോൺ ആൻഡ് ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ അപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ തെറ്റ് വരുത്തിയാലും ഒട്ടും വറീഡ് ആവേണ്ട ആവശ്യമില്ല. ലാസ്റ്റായിട്ട് ഒരു ബ്രൈറ്റ് റെഡ് കളർ യൂസ് ചെയ്തിട്ട് എൻ്റെ തമ്പിലെയും ബേബി ഫിംഗറിലെയും നെയിൽസാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഇതും നല്ല ഒരു ഒപ്പേക്കായിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഒറ്റ കോട്ടിലും നല്ല സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കോട്ട് അപ്ലൈ ചെയ്യാം. നല്ല സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു റെഡാണ്. അപ്പോൾ എല്ലാ ഫിംഗറിലും ഞാൻ ബേസ് കളേഴ്സ് ഇട്ട് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടാണ് നെയിൽ ആർട്ട് ചെയ്യാൻ പോകുന്നത്.
പ്രൊഡക്റ്റിൻ്റെ മിനിമൽ വേസ്റ്റേജിന് വേണ്ടിയായിട്ട് ഞാൻ കുറച്ച് നെയിൽ പോളിഷ് എടുത്തിട്ട് ഒരു ട്രേയിലോട്ട് മാറ്റിയിട്ട് ഇതുപോലത്തെ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഈ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ പ്രിസൈസ് ആയിട്ടുള്ള ഡിസൈൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് ചെറിയൊരു ഹാർട്ട് ഷേപ്പാണ്. ആദ്യം തുടക്കത്തിൽ ചെറിയ ചെറിയ ലൈൻസ് ആയിട്ട് ചെറിയ ഒരു ഔട്ട്ലൈൻ മാത്രം കൊടുത്താൽ മതി. പിന്നീടാണ് നമ്മളത് ഫില്ല് ചെയ്യുന്നത്. അതിൻ്റെ ഷേപ്പ് പെർഫെക്റ്റ് ചെയ്തെടുക്കുന്നത് നമുക്ക് ലാസ്റ്റ് ആയാലും ചെയ്താൽ മതി. ആദ്യം ഔട്ട്ലൈനിങ്ങും ഫില്ലിങ്ങും ആണ് ആദ്യം ചെയ്യേണ്ടത്. ആദ്യത്തെ ചെറിയ ഹാർട്ട് വരച്ച് കഴിഞ്ഞിട്ട് ഇനി അതിൻ്റെ മുകളിൽ വേറൊരു ഹാർട്ട് വരയ്ക്കാൻ വേണ്ടി ഞാൻ ഒരു ഫൂഷ്യ പിങ്ക് കളർ എടുത്തിട്ട് ഇതേ ബ്രഷ് വെച്ചിട്ട് തന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഔട്ട്ലൈൻ ചെയ്തിട്ട് എന്നിട്ട് ഫിൽ ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ എഡ്ജസ് റഫായിട്ടിരുന്നാലും കുഴപ്പമില്ല. അവസാനം നമ്മൾ ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എല്ലാം ഒന്ന് സ്മൂത്ത് ആവും. ഈ ഡിസൈൻ ഒരു ഗ്രേഡിയൻറ്റ് പോലെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. ലൈറ്റ് പിങ്ക്, കുറച്ചുകൂടിയും ഡാർക്ക് പിങ്ക്, പിന്നെ അതിനേക്കാളും കൂടുതൽ ഡാർക്കായിട്ടുള്ളൊരു കളറ്. അടുത്ത മിഡിൽ ഫിംഗർ ചെയ്യാനായിട്ട് ഞാനൊരു പെന്നിൻ്റെ ടിപ്പ് പോലത്തെയുള്ള ഒരു ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു ഡാർക്ക് റെഡ് യൂസ് ചെയ്തിട്ട് ലിപ്സിൻ്റെ ഷേപ്പാണ് ഞാനതിൽ വരയ്ക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ലിപ്പ് വരയ്ക്കാനായിട്ട് നമ്മൾ 2 ആർച്ച് ഷേപ്പ് പോലെ വരച്ചിട്ട് രണ്ടും കൂടി കണക്ട് ചെയ്യണേ ഉള്ളൂ. കണ്ടാൽ നമുക്ക് ഒരുപാട് പാടായിട്ട് തോന്നുന്ന ഡിസൈൻ ആണെങ്കിലും ഇത് വരയ്ക്കാനായിട്ട് വളരെ ഈസിയാണ്. അതേ സെയിം ലിപ്പിൻ്റെ ഡിസൈൻ ഞാൻ റാൻഡമായിട്ട് ഓരോ കോർണറിൽ വരച്ച് കൊടുത്തേക്കുവാണ്. അടുത്ത് ഞാൻ റിംഗ് ഫിംഗറിൽ ഡിസൈൻ ചെയ്യാൻ പോവാണ്. ഇതിന് വേണ്ടി ഞാനൊരു ഗ്ലിറ്റർ പോളിഷാണ് എടുക്കുന്നത്. അപ്പോൾ ഗ്ലിറ്റർ പോളിഷ് നമ്മൾ കയ്യിൽ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നേരിട്ട് ഇതിൻ്റെ ആപ്ലിക്കേറ്റർ വെച്ച് അപ്ലൈ ചെയ്താൽ ഒട്ടും ഗ്ലിറ്റർ നമ്മുടെ കയ്യിലാവില്ല. അതിന് വേണ്ടി ഇങ്ങനെ ഒരു ബ്യൂട്ടി സ്പഞ്ച് വാങ്ങാൻ കിട്ടും. അങ്ങനത്തെ ഒരു സ്പഞ്ച് വെച്ചിട്ട് അതിൽ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ കയ്യിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബൗൺസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു ബേസ് കളറ് ഡാർക്കായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല എന്താ പറയുക ഒപ്പേക്ക് ആണെങ്കിൽ മാത്രമേ അത് എൻ്റെ കളറ് എടുത്ത് കാണിക്കത്തുള്ളൂ. അടുത്തത് തമ്പിൽ ഞാനൊരു ഡോട്ടിങ് ടൂൾ വെച്ചിട്ട് ജസ്റ്റ് ഈ നെയിൽ പോളിഷ് വെച്ചിട്ടൊന്ന് ഡോട്ട് ചെയ്ത് കൊടുത്തേക്കാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. ലാസ്റ്റ്ലി എല്ലാ നെയിൽസിലും ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്യുകയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഡിസൈനൊക്കെ കുറച്ച് റഫ് എഡ്ജാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതെല്ലാം നല്ല സ്മൂത്ത് ആയിരിക്കും. പിന്നെ ഇങ്ങനെ ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഷൈനി ആയിട്ടിരിക്കും. നമ്മൾ സലൂണിലൊക്കെ ചെയ്ത അതേ ഒരു ഫിനിഷിംഗ് ആയിരിക്കും നല്ല ഷൈനി ടോപ്പ് കോട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഒപ്പം തന്നെ ടോപ്പ് കോട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് എഡ്ജസിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതാകുമ്പം നെയിൽസ് പെട്ടെന്ന് ചിപ്പ് ചെയ്യാതെ ഇരിക്കും. കുറേ നാൾ നെയിൽ പോളിഷ് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഫൈനൽ ഡിസൈൻ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ നെയിൽ ആർട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ഇഫ് യു ലൈക്ക് ദി വീഡിയോ കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും. സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം.